അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ബിഗ് ബോസ് ഹൗസിൽ 2 ദിവസമായിട്ട് മൊത്തം പ്രശ്നങ്ങളാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ. ജാസ്മിൻ്റെ ഫാദറിനുള്ള ആരോഗ്യ പ്രശ്നം, ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കരച്ചിൽ, അതിൻ്റെ പല കാര്യങ്ങളും, അതുവരെ നിന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ താളം മൊത്തത്തിൽ ആ ഒരു രീതികൾ, ഒരു പശ്ചാത്തലം മൊത്തം അങ്ങോട്ട് മാറിയതുപോലെയായിരുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ആദ്യം ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് വന്നെങ്കിലും രണ്ടാമത് വന്ന അഭിപ്രായങ്ങളെന്ന് പറയുന്നത് ജാസ്മിൻ പറയുന്നത് നാടകമാണ്, ഇമോഷണലി ആൾക്കാരെ കണക്ട് ചെയ്യാൻ വേണ്ടി, ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടി പറയണതാണ്. ഫാദർ പൂർണ്ണ ആരോഗ്യവാനാണ്, ഞാൻ അയാളുടെ നാട്ടുകാരനാണ് എന്ന് പോലും പല ആൾക്കാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ളൊരു കാര്യം അറിയണമെന്ന് പല ആൾക്കാർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ജാസ്മിൻ അത് പറയുന്നുണ്ട്. ജാസ്മിൻ ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് റോക്കിയുടെ അടുത്ത് ചെന്ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയ്ക്കാണ് ഇത് പറയണത്. ഷെയ്ക്ക് ഹാൻഡ് റോക്കി തരില്ല എന്ന് പറയണം. നീ എൻ്റെ മുഖത്തേക്ക് നോക്കി പറ, ഈസി ആയിട്ട് മുഖത്തേക്ക് നോക്കുന്നു, തരില്ല. എന്തേ? അപ്പോൾ പിന്നെ ജാസ്മിൻ അറിയാമല്ലോ, ജാസ്മിൻ ഒരു പരിപാടി നടന്നില്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് പിടിക്കും. നിന്നെടുത്ത് നിന്ന് ഉരുളാൻ, അവിടെ നില ഉറപ്പിക്കാനൊക്കെ ജാസ്മിൻ അറിയാം. അതായത് നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ നമ്മൾ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്യും. നമ്മൾ കാർ ഡ്രൈവ് ചെയ്യണ സമയത്ത് നമ്മൾ വഴി തെറ്റിപ്പോയാലും ആ മാപ്പ് വേറൊരു വഴി നമ്മൾ കാണിച്ചു തരും. അതേപോലെയാണ് ജാസ്മിൻ നന്നായിട്ട് ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അത്ര സ്ട്രോങ് ആണ് ജാസ്മിൻ. ഏത് സാഹചര്യത്തിലും കയറി വരാനും അടിച്ച് നിൽക്കാനും പറഞ്ഞ് തോൽപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് ജാസ്മിനെ പല കാര്യത്തിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ആസ് എ പ്ലെയർ ജാസ്മിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ അത്രയും ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് പറയുന്നു, റോക്കി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല. അപ്പോൾ പറയുന്നു, റോക്കി സോറിയടാ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ നിന്നെപ്പറ്റി ആലോചിച്ചായിരുന്നു, നീ കാരണമാണ് എൻ്റെ ഫാദറിന് ഇങ്ങനെയൊക്കെ വരാൻ സന്നെന്നും കൂടി ഞാൻ ചിന്തിച്ചായിരുന്നു, പക്ഷെ അതൊന്നും അല്ലാന്ന് അറിഞ്ഞു, അത്രേ ഉള്ളൂ റോക്കിക്ക്. ഓക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സുരേഷ് ഭായിയും റോക്കിയും കൂടി ഇരിക്കുന്ന ആ ഒരു സദസ്സിലേക്കാണ് ജാസ്മിൻ വന്ന് ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യണം. തിരിച്ചു പോകുന്ന സമയത്ത് സുരേഷ് ഭായി ചോദിക്കുന്നു, ജാസ്മിൻ എങ്ങനെയുണ്ട് ഫാദറിന്? അപ്പോൾ പറയുവാണ്, അതാണ് എൻ്റെ 2 ദിവസമായിട്ട് വരുന്ന ന്യൂസുകളുടെ ശരിക്കുള്ളൊരു സംഭവം, ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നത് അതാണ്. ഫാദറിന് മേജറായിട്ട് ഒരു സർജറി കഴിഞ്ഞതാണ്, അതായത് മേജറായിട്ട് ഒരു അറ്റാക്ക് കഴിഞ്ഞതാണ്, അതായത് സർജറിയും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ ബ്ലോക്കുകൾ വീണ്ടും ഉണ്ടായിരുന്നു. അതിലൊരു ബ്ലോക്ക് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ബ്ലോക്ക് പ്രശ്നമായി. ഓക്കെ, അപ്പോൾ സുരേഷ് ഭായി പറഞ്ഞു, ഓ ലക്ക്, സുരേഷ് ഭായിക്ക് 2 സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട് ശരീരത്തിൽ. അതായത് പുള്ളിക്കും അറ്റാക്ക് വന്ന് സിക്കാണ്, ശരീരത്തിൽ സ്റ്റെൻറ്റ് ഇട്ട് നടക്കുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ജാസ്മിൻ പറയണു ഫാദറിനിപ്പോൾ 3ാമത്തെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് സംഭവം, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ്, റിലവൻ്റ് ആയിട്ടുള്ള ഒരു സംസാരം തന്നെയായിട്ട് അത് തോന്നി. അതിൽ വേറെ കള്ളത്തരോ കാര്യങ്ങളൊന്നുമില്ല. ജാസ്മിൻ തിരിച്ചു പോകുന്നു. നടന്ന സംഭവങ്ങൾ റോക്കിയിടിയെന്ന് സോറി പറഞ്ഞതും ഗബ്രിയലിനോട് പറയുന്നു. ഗബ്രിയേൽ പണ്ടത്തേക്കാളും കുറച്ചും കൂടി ഒരു സാഹചര്യം മനസ്സിലാക്കി, കുറച്ചും കൂടിയൊക്കെ എന്തിനാണ് ആവശ്യമില്ലാത്ത തരയുടെ കാണിക്കണം എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് അഡ്ജസ്റ്റ് ആയി. കാര്യം ഈ 2 ദിവസമാണ് ഗബ്രിയേൽ ബാക്കിയുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ.